പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതം. മോർണിംഗ് മന്ന സന്ദേശത്തിലൂടെ വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്ന കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിലെ 6-ാം അധ്യായത്തിലെ ഒരു പ്രത്യേക ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുക. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾക്കകത്ത് നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മളെ മാനിക്കും. ആര് റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും ആര് നമ്മെ സഹായിക്കാൻ കൈപിടിച്ച് ഉയർത്താനില്ലെങ്കിലും ദൈവം ഏൽപ്പിക്കുന്ന ചെറിയ കാര്യത്തിനകത്ത് നമ്മൾ വിശ്വസ്തരെന്ന് ദൈവം കണ്ടാൽ ദൈവം നമ്മളെ മാനിക്കും. ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ആദിമസഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്. അത് ഭക്ഷണ സംബന്ധമായൊരു വിഷയമാണ്. യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും തമ്മിലുള്ള ചെറിയൊരു സംഘർഷം, ചെറിയൊരു വിഷയം. ആ വിഷയം വന്നവസാനിക്കുന്നത് അപ്പോസ്തലന്മാരുടെ അടുത്ത എന്നൂടെ പറഞ്ഞ ഒരു വലിയ കലക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പത്രോസിൻ്റെ നേതൃത്വത്തിൽ അപ്പോസ്തലന്മാർ ആ വിഷയം എത്ര മനോഹരമായിട്ട്, എത്ര ക്ലിയറായിട്ട് അത് പരിഹരിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഭക്ഷണം വിളമ്പുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷയം. അവസാനം അവിടെ 7 പേരെ തിരഞ്ഞെടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. 7 പേരെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ അവരുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്, അവരുടെ ഗുണവിശേഷം, 1 അവർ വിശ്വാസത്തിൽ നിറഞ്ഞവരായിരുന്നു. 2 പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിരുന്നു. 3 അപ്പോസ്തലന്മാരുടെ കൈവപ്പ്, പ്രാർത്ഥന അവരുടെ മേലുണ്ടായിരുന്നു. ആ വാക്യം മാത്രമേ ഞാൻ വായിക്കാം. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. 6-ാം വാക്യം. ഇതിനകത്ത് 1-ാമത് ആരായിരുന്നെന്നറിയാമോ? സ്തെഫാനോസ്. അതിൻ്റെ തുടക്കത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അങ്ങനെ അവർ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാ. എങ്കിലും ദൈവത്തിൻ്റെ ആ ഒരു നിയോഗം അവരുടെ മേലുണ്ടായിരുന്നു. 2 രീതിയിലുള്ള ശുശ്രൂഷകളുണ്ട്. ദൈവം വിളിച്ച് വേർതിരിക്കുന്ന ശുശ്രൂഷയുണ്ട്. ആമോസ് അങ്ങനെയുള്ളവനായിരുന്നു, മോശ അങ്ങനെയുള്ളവനായിരുന്നു, ഏലിയാവ് അങ്ങനെ, എലീശ അങ്ങനെ. ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവരുന്ന അനുഭവം. അപ്പോൾ തന്നെ മറ്റൊരു കൂട്ടരുണ്ട്, ദൈവത്തെ വിളിച്ചുകൊണ്ടിറങ്ങുന്നവർ. വേറെ ഒന്നും ശരിയായില്ല, എന്നാൽ ശരി, ദൈവത്തെ വിളിച്ചുകൊണ്ടിറങ്ങാം, കർത്താവിൻ്റെ വേല ചെയ്യാം. അങ്ങനെ കൂടുതൽ അങ്ങനെയുള്ളവരുടെ ലക്ഷ്യം ഭൗതികമായി എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു പോകണം. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയും നടക്കണം. പക്ഷെ മറ്റവരുടെ കാര്യം അങ്ങനല്ല. ആമോസ് പറയുന്നൊരു പദമുണ്ട്. ആമോസിനോട് പറയുവാണ്, ബഥേലിൽ പോയി ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ, ബഥേലിൽ പോയി നീ പ്രവചനം നടത്തി ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ പറയുന്നൊരു പദമുണ്ട്. ഞാൻ അങ്ങനത്തെ പ്രവാചകനൊന്നുമല്ല, ഞാൻ കാട്ടത്തിപ്പഴം പറക്കി നടന്ന ഒരു ഇടയ ചെറുക്കനാണ്. കർത്താവിനെ പിടിച്ചു കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് എൻ്റെ നാവിന്മേ തരുന്ന വചനം എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. മീഖായാവ് എന്ന് പറയുന്നൊരു ബൈബിൾ കഥാപാത്രമുണ്ട്. ആഹാബിൻ്റെ കൂടെയുള്ള സിദക്കിയാവിനെ പോലെയുള്ളവർ അവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൂതുകൾ പറയുമ്പോൾ മീഖായാവ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ നാവായിട്ട് നിൽക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം വിളിച്ചിറക്കുന്നവരെപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരായിരിക്കും. ഞാൻ പറയട്ടെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവം വിളിച്ചിറക്കിയതാ കേട്ടോ. ഞാൻ പറയാം, നിങ്ങൾ ലജ്ജിക്കപ്പെടത്തില്ല, ഒരിടത്തും നിങ്ങൾ തകർന്നു പോകത്തില്ല, ഒരിടത്തും നിങ്ങൾ അപമാനിക്കപ്പെടത്തില്ല. നിങ്ങളുടെ ജീവിതത്തിന് നേരെ കയ്പായിട്ട് വരുന്ന വിഷയങ്ങൾ, വേദനയും കണ്ണുനീരും ദുഃഖവുമായിട്ട് വരുന്ന വിങ്ങുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്തെ സുവർണ ലിപികളിലുള്ള ടെസ്റ്റിമണികളായിട്ട് മാറും. സാക്ഷ്യങ്ങളായിട്ട് മാറും. സ്തെഫാനോസ് അങ്ങനെ ഒരു സാക്ഷ്യമുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രമാണ്. അതുകൊണ്ടാണ്
അവനെ ഏൽപ്പിച്ച ആ ചെറിയ ജോലിക്കകത്ത് അവൻ വിശ്വസ്തനായിട്ട് നിലകൊള്ളാനിടയായി തീർന്നത്. നോക്കിയേ, നമ്മൾ കുറിവാക്യത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നു. അനന്തരം സ്തെഫാനോസ്. ഈ അനന്തരം എന്നൊക്കെ ഒരു ബൈബിളിൻ്റെ ഒരു പാരഗ്രാഫിൻ്റെ ആദ്യം പറയുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ഞാൻ പലവട്ടം മോണിമനായാലും അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. മുകളിലത്തെ ഭാഗങ്ങൾ എന്തുവാ? ഭക്ഷണം വിളമ്പുക എന്നുള്ള ചെറിയൊരു ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തത്, ചെറിയൊരു ജോലി അവൻ ഏറ്റെടുത്തത്. പക്ഷേ അതിനകത്തവൻ വിശ്വസ്തനെന്ന് ദൈവം കണ്ടു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. തിമോത്തിയോസിനെ കുറിച്ച് ആമേൻ പൗലോസ് പറയുന്നൊരു പദമുണ്ട്. ആമേൻ, അവൻ നമ്മെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കി, വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കി. ആമേൻ. വിശ്വസ്തത എന്ന് പറഞ്ഞ ഹൃദയങ്ങൾ തമ്മിലുള്ളതാണ് കേട്ടോ. ഫെയ്ത്ത്ഫുൾനെസ്, കുടുംബങ്ങൾക്കകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫിനകത്ത് ആമേൻ അവരുടെ ജീവിതത്തിൽ വിശ്വസ്തതയില്ലെങ്കിൽ ഹൃദയങ്ങൾ എപ്പോഴും സംശയത്തിന് നിഴലിലായിരിക്കും. ഒരു ഫോൺ കോൾ വരുമ്പോൾ പൊന്നെ ആവശ്യമില്ലാതെ സംശയിക്കും. ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ ആമേൻ. എന്നാൽ ആ ഒരു ഹൃദയ ബന്ധങ്ങൾ തമ്മിൽ ദൃഢമാണെങ്കിലുണ്ടല്ലോ ആമേൻ, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ഇവിടെ സ്തെഫാനോസിന് ദൈവമായിട്ട് അങ്ങനൊരു വിശ്വസ്തമായൊരു അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പറയാം, മോനെ നീ ഇങ്ങനെ ഭക്ഷണം വിളമ്പുന്ന അല്ല അതിൻ്റെ ഉത്തരവാദിത്വം, നിന്നെ ഞാൻ അടുത്ത ലെവലിലോട്ട് കയറ്റുക. ഞാൻ ഇതൂത് പറയുമ്പോൾ തന്നെ ആത്മാവിൽ എനിക്ക് പറയാൻ കഴിയും, വിശ്വസ്തരായ ചിലരെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഈ ദിവസങ്ങൾ നിങ്ങളെ അപ്ഗ്രേഡ് നിങ്ങളെ അടുത്ത ലെവലിലേക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യും യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുന്ന ദിനങ്ങളാണിത്. ആമേൻ. ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഈ മെസ്സേജ് ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം വിശ്വസ്തനെന്ന് നിങ്ങളെ ആമേൻ തെളിയിക്കുന്ന ദിനങ്ങൾ വരാൻ പോകുകയാ. പലയിടങ്ങളിലും അവിശ്വസ്തരായി മനുഷ്യർ നിങ്ങളെ തുറിച്ചു നോക്കിയ സ്ഥലങ്ങളിൽ സ്തെഫാനോസിനെ ദൈവം ആമേൻ മാനിച്ച് ഉന്നതമേറിയ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചതുപോലെ ഏതൊക്കെയോ മൂലകളിൽ ഒതുങ്ങിപ്പോകേണ്ട നിന്നെ, ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ ആമേൻ അടിപ്പെട്ടു പോകേണ്ട ആമേൻ എന്നെ നിങ്ങളെയും കർത്താവ് പൊക്കിയെടുത്ത് വിശ്വസ്തരെന്നെണ്ണി തൻ്റെ നാമമഹത്വത്തിനായിട്ട് നിർത്തുകയാ. ഈ മാസത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ ഹൃദയം തുറന്ന് മുട്ടുകുത്തി കർത്താവിനോട് പറപ്പാ, ഞങ്ങളുടെ വിശ്വസ്തയോടെ ഞാൻ നിന്നുകൊള്ളാം, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വിശ്വസ്തയോടെ ഞാൻ നിലനിന്നുകൊള്ളാം. യെസ്, ഏൽപ്പിച്ചതിനകത്ത് വിശ്വസ്തനെന്ന് ദൈവം കണ്ടപ്പോൾ അടുത്ത ലെവലിലേക്ക് അവനെ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ദൈവം കാണണം, നമ്മൾ വിശ്വസ്തരെന്ന് ദൈവം കാണണം. അതിനകത്ത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്, ജഡം പൊങ്ങരുത്, സ്വാർത്ഥത വരരുത്. കർത്താവിൻ്റെ നാമം മഹത്വം ഒറ്റ ആഗ്രഹം. എങ്കിൽ ആര് കൈപിടിക്കാനില്ലാത്തവരെ കർത്താവ് പൊക്കിയെടുക്കും. നിന്നെ കർത്താവ് പൊക്കിയെടുക്കും. ആത്മാവില ഞാൻ ഈ ദൂത് പറയുന്നത്, നിന്നെ കർത്താവ് പൊക്കിയെടുക്കും. ആരും വേണ്ട, കർത്താവ് നിന്നെ പൊക്കിയെടുക്കും. വന്ന സകല ദുരിതങ്ങളും ദുരന്തങ്ങളും ലൈഫിലെ സാക്ഷ്യങ്ങളായി മാറും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിയോഗത്തോടെ ഈ മാസത്തിൻ്റെ ആരംഭ ദിനത്തിൽ ഈ ദൂത് നിൻ്റെ മക്കൾക്ക് കൈമാറുമ്പോൾ ജീവിതത്തിൽ എവിടൊക്കെയോ ആമേൻ തകർക്കപ്പെട്ട് ഉടയ്ക്കപ്പെട്ട് വ്യസനപാത്രമായിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിങ്ങളുടെ ജനത്തെ അവിടെ നിന്ന് പുറത്തെടുക്കണം. ഈ മെസ്സേജ് ഈ മാസം മുഴുവരുടെ ലൈഫിനകത്ത് ഭയങ്കരമായ റിസൾട്ട് കൊണ്ടുവരുവാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു മാസം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിറവേറും. ദൈവവചന വായനയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആമേൻ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ ഒരു 20 മിനിറ്റെങ്കിലും, ഒരു അരമണിക്കൂറെങ്കിലും രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് ഇരിക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നോക്കിയേ, അന്ന് ഏറ്റവും ബ്ലെസ്സഡ് ആയിരിക്കും. ഈ മാസം മുഴുവനും അങ്ങനെ ഒരു സ്പിരിച്വൽ ലൈഫ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.